അല്ല സുസ്മിതേ, നീ താലി തൊട്ട് തൊഴുതില്ലല്ലോ. നിന്റെ താലി എവിടെ സുസ്മിതേ? താലി അത് താലി എവിടെന്ന്? ഭാമാൻറ്റി, അത് ഞാൻ അവിടെ. വാ തുറന്നു പറ. അത് ഞാൻ ഊരി വെച്ചാൻറ്റി. ഊരി വെച്ചെന്നോ? അതും കല്യാണം കഴിഞ്ഞ ദിവസം? താലി എന്ന് പറഞ്ഞ എന്താണെന്നറിയോ നിനക്ക്? ഒരു പെണ്ണിന്റെ പ്രാണനത്. അവളുടെ ഭർത്താവിന്റെ ജീവൻ കൊളുത്തി വെച്ചിരിക്കുന്നത് ആ മാലയില. ഈ ദിവസം തന്നെ. ആന്റി, ഞാനതവിടെ. വിശദീകരണം ഒന്നും എനിക്ക് വേണ്ട. കൂടുതലൊന്നും ഞാൻ പറയാത്തതേ, പുതുപ്പെണ്ണായതുകൊണ്ട് മാത്രം. താലിയില്ലാതെ മേലാൽ കണ്ടുപോകരുത് നിന്നെ എന്റെ മുമ്പിൽ. ക്ഷമിക്ക് സത്യാമ്മേ, സുസ്മിതയ്ക്ക് നേരത്തെ ഇത് സംബന്ധിച്ച് പരിചയമൊന്നുമില്ലല്ലോ. മറ്റ് സ്ത്രീകളെല്ലാം പലവട്ടം കല്യാണം കഴിച്ചിട്ടാണോ ഇതൊക്കെ പരിചയിക്കുന്നത്? മാനത്തുനിന്ന് പൊട്ടു വീണൊന്നും അല്ലല്ലോ ഇവള്. കുറെ കാലമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു പെണ്ണ് തന്നെയല്ലേ? നീ തീ ആളിക്കത്തിക്കാണല്ലേടി. സത്യാമ്മേ, അത് ഇക്കാര്യത്തിൽ ആരുടെയും വക്കാലത്ത് എനിക്ക് വേണ്ട. ക്ഷമിക്കാനാവാത്ത തെറ്റാ ഇവള് ചെയ്തത്. പോയി താലിയിട്ടോണ്ട് പാടി. ചെല്ല് സുസ്മിത, സത്യാമ്മ പറഞ്ഞത് കേട്ടില്ലേ? അവളെ വഴക്ക് പറയണ്ടായിരുന്നു സത്യാമ്മേ. സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. പോരെ പത്മാവതി, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ തന്നെ പറയണം. അവൾ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. എന്താടി? നിനക്ക് അനുസരണയുണ്ടോന്ന് നോക്കാൻ വന്നതാ. എവിടെടി നീ പൊട്ടിച്ചെറിഞ്ഞ താലി? അതെടുക്ക്. നിന്നോടാ പറഞ്ഞത് താലിയെടുക്കാൻ. അതോ ഞാൻ സത്യാമ്മയെ വിളിക്കണോ? ഭാമാൻറ്റി വന്നാ പിന്നെ ഒരിക്കലും എനിക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റില്ല. വിഷ്ണുവേട്ടനെ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെടും. നിന്നോടാ ചോദിച്ചത് സത്യാമ്മയെ വിളിക്കണോന്ന്? വേണ്ട. എന്ന് താലിയെടുക്കും. വാ രോഹിത്, വാ. എന്താ ശാലിനി? അത് ഇവൾക്കൊരു അബദ്ധം പറ്റിയതാ. കുളിക്കാൻ കയറിയപ്പോഴേ ഊരി വെച്ചു. പിന്നെ
തിരിച്ച് കഴുത്തിലിടാൻ അങ്ങ് മറന്നുപോയി. ഞാൻ വന്നപ്പോ അതിന്റെ സങ്കടത്തിൽ ഇവള് കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. പാവം. അതിന്റെ പേരിൽ ഈ പാവം സാധുവിനെ വഴക്കൊന്നും പറഞ്ഞേക്കല്ലേ. എനിക്കതിന്റെ പേരിൽ ദേഷ്യമൊന്നുമില്ല ശാലിനി. എന്നാലേ ഇങ്ങോട്ട് നിക്ക്. എന്തിനാ? അത് ഞാൻ പറയാം. ഇങ്ങോട്ട് നീങ്ങി നിക്ക്. ഇനി ആ താലി വാങ്ങിച്ച് ഐശ്വര്യമായിട്ട് അവളുടെ കഴുത്തിലേക്ക് അങ്ങോട്ട് കെട്ടിക്കൊടുത്ത്. എന്തിനാ കേട്ടുന്നേ? ഞാൻ കഴുത്തിലിട്ടോളാം. അയ്യോ സുസ്മിതേ, അത് നിനക്ക് ശാസ്ത്രം അറിയാത്തോണ്ടാ. താലി ഊരി മാറ്റിക്കഴിഞ്ഞാ അത് ഭർത്താവ് തന്നെ വീണ്ടും കഴുത്തിൽ അണിയിക്കണമെന്നാ. അത് അബദ്ധത്തിൽ എങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാ പിന്നെ പറയേ വേണ്ട. താലി രോഹിത്തിന്റെ കൈ കൊടുക്ക്. അല്ല, താലി കൊടുക്കടി. അതോ ഞാൻ സത്യാമ്മയെ വിളിക്കണോ? വേണ്ട വേണ്ട. നിന്റെ കഴുത്തിൽ ഇപ്പൊ വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ സുസ്മിതേ? അഗ്രത്തിൽ ബ്രഹ്മാവും താലി മധ്യത്തിൽ വിഷ്ണുവും താലിമൂലത്തിൽ മഹേശ്വരിയും സ്ഥിതി ചെയ്യുന്ന മംഗല്യസൂത്രം. സർവലോകത്തിനും ആധാരമായ മഹാശക്തി സ്ഥിതി ചെയ്യുന്നത് താലിയുടെ കെട്ടില. സ്വത്വരജ തമോ ഗുണങ്ങളുടെ പ്രതീകമായ താലിച്ചരടിനെ ബന്ധിക്കുന്നവൻ ജീവാത്മാവിനെ ബന്ധിക്കുന്ന പരമാത്മാവിന് തുല്യം. അല്ലേ രോഹിത്? അതെ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ സുസ്മിതേ? നീ പൊട്ടിച്ചെറിഞ്ഞത് വെറും ഒരിത്തിരി പൊന്നല്ലെന്ന്. ഇനിയും ദേ ഇത് പൊട്ടിച്ചെറിയാൻ നോക്കണ്ട. എപ്പോഴും വന്നിത് കെട്ടിച്ചു തരാനേ എനിക്ക് ബുദ്ധിമുട്ടാ. നീ പല്ലു പിടിച്ച് ക്ലേശിക്കണ്ട സുസ്മിതേ. നിനക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നടക്കാനുള്ളതെല്ലാം അതിന്റെ വഴിയേ അങ്ങ് നടക്കും. നിന്റെ കെട്ട് നടന്നതുപോലെ തന്നെ നിന്റെ ശാന്തി മുഹൂർത്തവും നടക്കും. എന്താ പറഞ്ഞേ? ശാന്തി മുഹൂർത്തം. എന്റെ പൊന്നു മോള് റെഡി ആയിക്കോ. സുസ്മിതയോ? അവിടെ എന്താ എടി?
ഞാൻ നിന്റെ ഒരു ഹെൽപ്പിന് വേണ്ടിയാ വിളിച്ചേ. ഇനി എന്ത് ചെയ്തിട്ട് എന്താ? താലി കഴുത്തിൽ വീണില്ലേ? അതങ്ങനെ എളുപ്പത്തിലൊന്നും അഴിക്കാൻ പറ്റുന്ന സംഗതിയല്ല. ഡേ, താലി മഹാത്മ്യം കുറെ കേട്ടിട്ട് നിൽക്കുവാ ഞാൻ. ഇനി നിന്റെ വക കൂടി കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. ആ എന്നാ നീ പറ. എടീ, താലി കെട്ട് കഴിഞ്ഞു എന്നുള്ളത് ശരിയാ, അതല്ലല്ലോ പ്രധാനം. ഇനി ഒരു ചടങ്ങ് കൂടി ഉണ്ടല്ലോ, ശാന്തി മുഹൂർത്തം. എടി അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? എടി, അത് നടക്കാൻ പാടില്ല. എങ്ങനെയും മുടക്കണം. അതെങ്ങനെ മുടക്കാനാടി? ആ, എങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് നടന്നാ പിന്നെ ഈ ബന്ധത്തിൽ നിന്ന് ഒരിക്കലും ഊരാൻ പറ്റില്ല. നിന്റെ തലയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞതാ. എന്റെ തലയിൽ ഇപ്പൊ ഒന്നും തോന്നുന്നില്ല. എനിക്ക് വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ യെസ്, അത് തന്നെ. താങ്ക്സ് മോളെ, ഈ ഐഡിയ പറഞ്ഞു തന്നേന്. അതിന് ഞാനെന്ത് പറഞ്ഞു തന്നാ? വയറുവേദന എടി അത് എനിക്കല്ലേ? നിനക്ക് മാത്രമല്ല, എനിക്കും വയറുവേദനയാ. ഈ വയറുവേദന എന്ന് പറയുന്നത് പുറമേക്ക് കാണാൻ പറ്റുന്നൊരു സംഗതിയല്ലല്ലോ. നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞാ ഉണ്ട്, അത്ര തന്നെ. പിന്നെ ശാന്തി മുഹൂർത്തമല്ല, ഒരു തേങ്ങാക്കൊല്ലയില്ല. ഭയങ്കരം തന്നെ നിന്റെ തല. സമ്മതിച്ചിരിക്കുന്നു. എന്നാ നീ വെച്ചോ മോളെ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അവന്റെ ഒരു ശാന്തി മുഹൂർത്തം പകൽക്കിനാവ് കാണുകയുള്ളൂ. സത്യഭാമേ, നിങ്ങളൊരു മരമണ്ടിയാ. ഈ സുസ്മിത ആരാണെന്ന് നിങ്ങൾക്ക് ഇനി അറിയില്ല. വീട് കാണാൻ വരുമ്പോ പെൺവീട്ടുകാര് കാഴ്ചയായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്നാ നാട്ടുനടപ്പ്. ഇപ്പോ അതൊന്നും വലിയ ചടങ്ങല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വന്ന് ഈ വീടിന്റെ അവസ്ഥ കണ്ടപ്പോ പത്മാവതി ഒന്നും വിചാരിക്കരുത്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും നല്ലൊരു ടിവിയും AC-യും അടക്കം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സകല സാധനങ്ങളും ഞാൻ നാളെ തന്നെ കൊടുത്തുവിടാം. അല്ലമ്മ, അതിപ്പോ എങ്ങനെ ശരിയാവുക? അങ്ങനെയാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വരാ സ്വന്തം വീട്ടിൽ പോയ പോലെ ഇവിടെ ഒന്ന് താമസിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതും ശരിയാണ്. സത്യാമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സുസ്മിത ഞങ്ങള് ബുദ്ധിമുട്ടിക്കില്ല. ഇവിടുത്തെ ജോലി മുഴുവൻ ഞാൻ തന്നെയാ ചെയ്യുന്നേ. ഏയ്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തൊക്കെയാണെങ്കിലും അവളോട് എനിക്കൊരു വാത്സല്യമുണ്ട്, അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ഈ പറഞ്ഞ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇന്ന് തന്നെ വേണമെങ്കിൽ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സത്യമേ. അതിനൊക്കെയുള്ള പണം ഉണ്ടോ രോഹിത് നിന്റെ കയ്യില്? അതൊക്കെ ഉണ്ടമ്മ. ഈ ചെറിയ ചില ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ രോഹിത്തിന്. അത് പറയുകയാണെങ്കിൽ രസമാണമ്മ. നമ്മുടെ സുസ്മിതയെ കണ്ടു കഴിഞ്ഞപ്പോ അവൾക്കായിട്ട് കുറച്ച് പണം മിച്ചം പിടിച്ചു തുടങ്ങി. എന്നിട്ടാണ് ആ വീട് ഞാൻ കാണിച്ചു തന്നില്ലേ, അതൊക്കെ വാങ്ങിച്ചതേ. വേണ്ട, ഒന്നും വേണ്ട. ഈ സ്നേഹം തന്നെയാ അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്ത്. അതവള് തിരിച്ചറിയട്ടെ. ഇലക്ട്രോണിക് സാധനങ്ങളിലൊന്നും അല്ലല്ലോ ജീവിതം ഇരിക്കുന്നത്. അതെ. ഇനി സത്യാമ്മ അതിനു വേണ്ടി നിർബന്ധം പിടിച്ചാലും സുസ്മിത അതിനൊന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സുസ്മിതയുടെ സ്വർഗമാണെന്നല്ലേ പറഞ്ഞത്? ഭർത്താവ് എവിടെയുണ്ടോ അവിടെയാ ഭാര്യയുടെ സ്വർഗമെന്ന്. എന്റെ അഭിപ്രായത്തില് ഇവിടുന്ന് ഒരു കല്ല് പോലും ഇളക്കി മാറ്റാൻ പാടില്ലാത്തതാ. നീ അതെടുത്ത് ആയുധാക്കാണല്ലേടി? അല്ലേ സുസ്മിതേ? അതെ അതെ. എന്നെ പണിയെടുപ്പിച്ച് കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക അല്ലേടി? അതേടി, നീ ഞങ്ങൾക്കിട്ട് കുറെ പണിതല്ലേ. ഇത് നിനക്കുള്ള കത്രിക പൊട്ട. ഇതിന്നൊരു ഇഞ്ചനങ്ങാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. അപ്പോ അതങ്ങനെ തന്നെ അല്ലേ? അല്ല, ഇനി സുസ്മിതയുടെയും രോഹിത്തിന്റെയും ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യം? പത്മാവതി, സമയം നോക്കിയിരുന്നോ? ഇന്ന് രാത്രി തന്നെ ഒരു ശുഭമുഹൂർത്തം ഉണ്ടെന്നാ
ചാർത്ത് എഴുതിയ ജ്യോത്സ്യര് പറഞ്ഞത്. ഓ, അപ്പോ അതും അങ്ങനെ തന്നെ തീരുമാനിക്കാം അല്ലേ? അല്ല മോളെ? അങ്ങനെ ആവട്ടെ ആന്റി. ഇപ്പോഴേ എതിർപ്പ് പറഞ്ഞ ഐഡിയ വർക്കൗട്ട് ആവില്ല. സുസ്മിതയ്ക്ക് സന്തോഷേ ഉള്ളൂ സത്യാമ്മേ. ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യം കുറച്ചു മുമ്പേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതേ ഉള്ളൂ. ആണോ? അല്ലേ സുസ്മിതേ? അതെ അതെ. ഇന്ന് തന്നെ ശാന്തി മുഹൂർത്തം ഉണ്ടെങ്കിൽ എല്ലാവർക്കും സ്വന്തം കൈകൊണ്ട് പായസം വെച്ച് തരുമെന്നാ സുസ്മിത പറഞ്ഞത്. എപ്പോ? അല്ലേ സുസ്മിതേ? അല്ലാന്ന് പറഞ്ഞ എനിക്ക് വിയോജിപ്പാണെന്ന് ഇപ്പോഴേ മനസ്സിലാവും. ഇവൾ അവസരം മുതലാക്കി അങ്ങ് കയറി കളിക്കുക. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. മോളെ സുസ്മിതേ, എന്തോന്നും മിണ്ടാത്തെ? അതൊന്നും നാണം കൊണ്ടാ സത്യാമ്മേ. സുസ്മിത വന്നേ, നമുക്ക് പായസം ഉണ്ടാക്കാം. അല്ല ഞാൻ വാ സുസ്മിതേ വാ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യമേ. ഇങ്ങി വാ. നീ എന്താ സിനിമ കാണാൻ വന്ന് നിൽക്കുക? ദേ, എന്നെ വെറുതെ ആവശ്യമില്ലാതെ പ്രകോപിപ്പിക്കാൻ വന്നാണ്ടല്ലോ. നിന്നെ പ്രകോപിപ്പിക്കാനൊന്നും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഇനി നീ തനിച്ചാ ഇവിടെ പെരുമാറേണ്ടത്. ദേ, ഇന്നൊരു ദിവസം ഞാൻ നിനക്കൊരു കമ്പനി തരുന്നേ ഉള്ളൂ. ഇതിനിടയില് എല്ലാം കണ്ട് മനസ്സിലാക്കിയ നിനക്ക് തന്നെ കൊള്ളാം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? സംശയം എന്താ? പായസം ഉണ്ടാക്കണം. അതിനെന്താ ചെയ്യണ്ടേന്ന്? തൽക്കാലം നീ ഒരു പാത്രം എടുക്കണം. പാത്രം? തമ്പുരാട്ടി മാനത്തൊന്ന് പൊട്ടി വീണതേ ഉള്ളായിരിക്കും അല്ലേ? പോയി എടുക്ക, പോയി എടുക്കടി. ഇനി പാല്. ഇനി ഐശ്വര്യായിട്ട് ഈ പാല് മുഴുവൻ ആ പാത്രത്തിൽ ഒഴിക്കണം. കളയല്ലേ? ഗ്യാസ് കത്തിക്ക്. അത് അധികം നാട്യം കാണിച്ചാലുണ്ടല്ലോ നിന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കും ഞാൻ. ഇടി കഴുതേ, ഗ്യാസ് ഓണാക്കാതെയാണോ കത്തിക്കാൻ നോക്കുന്നേ? എടീ, ഗ്യാസ് കുറ്റിയില് റെഗുലേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാദ്യം ഓണാക്കണം. യാതൊരു റെഗുലേഷനും ഇല്ലാത്ത നിനക്ക് റെഗുലേറ്റർ എന്താണെന്ന് അറിയാലോ. അത്രയും ഭാഗ്യം. ഗ്യാസ് ഓണായി, പെട്ടെന്ന് കത്തിച്ചോ. കൂടുതൽ അഴിച്ചുവിട്ടാലേ നീ നിന്ന് കത്തും. കത്താൻ പോകുന്നത് ആരാണെന്ന് കാണിച്ചു തരാടി നിനക്ക്. ഇനി ആ പാത്രം എടുത്ത് അവിടെ വെക്കണം. പാലങ്ങ് നന്നായിട്ട് തിളയ്ക്കണം. എന്താ അതെടുക്കാൻ UK-ന്ന് രാജശേഖരൻ സാർ വരൂ? ശാലിനി, വെറുതെ എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. ഇതുപോലെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ എന്റെ അമ്മയെ പറഞ്ഞുകൊണ്ടിരുന്നവളാ നീ. ചായക്കടക്കാരിയുടെ മകളെന്ന്. ചായക്കടക്കാരിയുടെ മകളായതുകൊണ്ട് ഒരു ഗുണമുണ്ടടി, വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയാം. രാഷ്ട്രപതി പദം വരെ എത്തിയാലും സ്വന്തമായിട്ടൊരു ചായ ഇട്ട് കുടിക്കാൻ അറിയാത്ത പെണ്ണ് വെറും വട്ടപൂജ, വെറും ഒരോട്ടക്കാലണ. ഡീ, ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്?
ആരായാലും മര്യാദയ്ക്ക് പാത്രം എടുത്ത് വെക്കേ.